പാഷ, ഇപ്പോൾ ഒരു ജഡ്ജ് ആ ആള് ഒരു സംഘപരിവാർ അനുകൂലിയായാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിയമനം കിട്ടും എന്നുള്ള ഒരു നിലപാട്, രാഷ്ട്രീയമായ നിലപാടിനൊപ്പം തന്നെയും ആ ആള് ജീവിത കാലഘട്ടം മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായ വിധി എഴുതി തന്നാൽ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെടാം, NCLAT-യുടെ അധിപനാകാം, ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറാകാം, ചാൻസലറാകാം, അങ്ങനെ പല പല സാധ്യതകളുമുണ്ട്. നികേഷ്, അതെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്നായാലും ശരി ഒരു അപ്പോയിൻമെൻറ്റ്, അതായത് ഒരു ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ജഡ്ജി ഞാനതാ ഞാൻ പറയുന്നത്, ഇത് ഒരു കാരണവശാലും റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഒരു ജോലിയും കൊടുക്കരുത്. ശമ്പളം മുഴുവൻ കൊടുത്തോ വേണമെങ്കിൽ പെൻഷന് പകരം വീട്ടിൽ ഇരിക്കാൻ പറയണം. കാരണം ഇവിടെ വേറെ ആളില്ലാത്തതൊന്നുമല്ലല്ലോ. ഇവിടെ നല്ല മിടുക്കരായ അഭിഭാഷകർ ധാരാളമുണ്ട്, നല്ല പ്രാക്ടീസ് ഉള്ളവരുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ളവരെ ഓരോ പോസ്റ്റിലേക്ക്. അല്ലാതെ ഇവരെ തന്നെ പിടിച്ച് മരിക്കുന്നവർ ഇവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതല്ല വേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് ഇപ്പോൾ നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇവർ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സർക്കാരിനെതിരെ ഒരു ഓർഡർ കൊടുക്കാനുണ്ടല്ലോ, അവസാനം ആ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഒരു രണ്ട് വർഷം മുമ്പേ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങും. ഒരൊറ്റ ഉത്തരവുകളും പാസ്സാക്കത്തില്ല. എനിക്കറിയാം എത്ര പേര് ഒരു കേസ് എത്ര പേരെ അവോയ്ഡ് ചെയ്യുന്നറിയോ ഇവിടെ കേരള ഹൈക്കോടതിയിൽ. അത് ഞാൻ പറയുന്നില്ല ഏത് കേസാണെന്ന്. എത്ര ജഡ്ജിമാരെ അവോയ്ഡ് ചെയ്തേക്കുന്നത്? എന്തിനൊരു ജഡ്ജി അവോയ്ഡ് ചെയ്യണം? അതായത് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. കയറി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞാനൊരു കേസ് എനിക്ക് വേണ്ട എന്തുകൊണ്ട് പറയണം? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരാൾ? അതാ പറഞ്ഞ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഭരണഘടന അനുസൃതമായിട്ട് ഞാൻ നീതി നടത്തും എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് കേസ് അവോയ്ഡ് ചെയ്തേക്കാണ് ഒരുപാട് പേര്. അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു കേസാണെങ്കിൽ 8-9 ജഡ്ജിമാരങ്ങാണ്ട് അവോയ്ഡ് ചെയ്ത് ഒരു മാറ്ററുണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇതെന്താ അറിയോ, ഇതങ്ങോട്ട് നോക്കിയിരിക്കും. ഇത് കഴിയുമ്പോൾ ഞാനതിന് വിരോധം പിടിച്ചു വെക്കണം. എനിക്ക് വല്ലതും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരു 4-5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർ വേണ്ടെന്ന് പറയുമോ? ഇല്ല. ഞാൻ മണ്ടനായതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് ചിലർ പറയും. എനിക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത്, ഒരു കാരണവശാലും ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് അസൈൻ ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. അത് യൂണിയൻ ഗവൺമെൻറ് ആയാലും ഇതേപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക, ഗവർണറാക്കുക. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് പറയും, ജനങ്ങളുടെ മനസ്സിൽ സംശയം വരത്തില്ലേ? അങ്ങനെ വരും. അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇവിടെ ആയാലും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സംസ്ഥാനത്തിലായാലും സംഭവിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് ഒരു ജഡ്ജിക്ക് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യും. റിട്ടയർഡ് ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമാർക്ക് മാത്രം വഹിക്കാവുന്ന പദവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അക്കാര്യത്തിൽ ഇപ്പോൾ മുമ്പ് നിയമമന്ത്രിയായിരുന്ന BJP-കാരനായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ അവരുടെ വിധികൾ പിൽക്കാലത്ത് അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പദവികളുമായി അത് ചേർത്ത് വെച്ചത് അരുൺ ജെയ്റ്റ്ലി തന്നെയാണെന്നുള്ളത്. ഇവിടെ നോക്കൂ, പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്ന് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലാണ് നിൽക്കുന്നത്. തകർച്ചയുടെ വാർഷികമാണ്. എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർന്നത് എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുത്തത് ഈ തകർത്തവർക്കാണ് എന്നുള്ളതാണ്. അവർക്കാണ് ഈ വലിയ പദവികൾ പിന്നീട് ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പ്ലം പോസ്റ്റാണ് നൽകിയിരിക്കുന്നത്. ഗവർണർ പദവി, രാജ്യസഭാംഗം, NCLAT-യുടെ അധിപൻ, ചാൻസലർ, CJI, ഈ നിലയിലുള്ള പോസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇലക്ഷനിൽ മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള ഇലക്ഷനിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ, ഇന്ത്യയുടെ ഭരണം പിടിക്കാനും കഴിയുന്ന വിധത്തിൽ ആ വിധിന്യായത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. 2024 ഏക വിഷയം BJP ഉയർത്താൻ പോകുന്നത് രാമക്ഷേത്ര നിർമ്മാണമാണ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 350 സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള അനുമാനം ആ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 350 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിലാണ് എന്നുള്ളതാണ്.
അപ്പോൾ അതിനൊക്കെ തന്നെയും ചൂട്ടുപിടിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം നമുക്കുണ്ടായ പോയാൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വിമർശനവും അനിവാര്യമാകുന്നില്ലേ? ജുഡീഷ്യറി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഇല്ലെന്നുണ്ടെങ്കിൽ ഡെമോക്രസിക്ക് നിലനിൽപ്പില്ല. അതാ വേണ്ടത്. അതാ ജുഡീഷ്യറി അതുപോലുള്ള സ്ട്രോങ് ആയിരിക്കണം, ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എപ്പോഴും അവരുടെ വിധിന്യായങ്ങളെന്ന് പറയുന്ന ആ രീതിയിലായിരിക്കണം. അത് ആരെയും പ്രീതിപ്പെടുത്താനോ ഒരു ആ രീതിയിൽ ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലുള്ള ഒരു തീരുമാനവും വരരുത്. നല്ലതായിരിക്കണം. ഒരാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചതുകൊണ്ട് അത് കഴിഞ്ഞ് ജഡ്ജിയായി കഴിഞ്ഞ് പിന്നെ നല്ലതായിട്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല അന്തസ്സുള്ള ആളുകൾ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അതൊന്നും നമുക്ക് കുഴപ്പം പറയാൻ പറ്റുന്നതല്ല. പിന്നെ ഇതേപോലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ ശ്രീ എം വി ഗോവിന്ദൻ ഉപയോഗിച്ച പദപ്രയോഗം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടുത്തുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാതിരി അത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അഗ്രസീവായിട്ട് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ കടന്നുകൂടി എന്നുള്ളതേ കാണുള്ളൂ. പക്ഷേ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ജനാധിപത്യ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുകയില്ല, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ മുഴുവനായിട്ട് RSകാരെ കുത്തി ഇതിൽ നിറയ്ക്കുന്നതൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ആരെയും എനിക്ക് പറയാനും അറിഞ്ഞൂടാ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിമാർ ആരെങ്കിലും ഏതെങ്കിലും ആ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ആളുകൾ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഏതായാലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണിത്. ഈ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് വേണം. അതെപ്പോഴും എക്സിക്യൂട്ടീവിൽ നിന്ന് അകലം പാലിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നികേഷ് ചൂണ്ടിക്കാണിച്ച പോലെ നിയമത്തിനകത്ത് എഴുതി വെക്കും, അതായത് ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് ഇരുന്ന ആളായിരിക്കണം. എന്തിന്? എനിക്കറിഞ്ഞൂടാ. നിയമപരിജ്ഞാനമുള്ള ആളുകളെയല്ലേ നോക്കേണ്ടത്. അത് ഈ ജഡ്ജിമാർ മാത്രമാണോ നിയമപരിജ്ഞാനമുള്ളവർ? അപ്പോൾ ഇത് ലെജിസ്ലേച്ചറും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്നതാണല്ലോ. ഈ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഈ വകുപ്പങ്ങ് എഴുതി കയറ്റും. അപ്പോൾ പിന്നെ അത് പിടിവള്ളിയായിട്ടങ്ങ് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് മാറ്റണം. ആ പോസ്റ്റിലേക്കൊന്ന് കിട്ടാൻ വേണ്ടി അത് നോക്കിയിരിക്കും. ഒഴിവ് വരുമ്പം നോക്കുമ്പോൾ അവിടെ ആ ഒഴിവ് വരാനുണ്ട്. അപ്പോൾ എനിക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പല പ്രശ്നങ്ങളും അങ്ങനെ. Debate with MV Nikesh Kumar.